പോയി വാ മോനെ, ഭഗവാൻ രക്ഷിക്കട്ടെ. വരട്ടെ സർ. എന്നാലേട്ടാ ഞാൻ വേണ്ടതെല്ലാം എടുത്തില്ലേ നീ? എല്ലാ കടലാസുകളും. ഉവ്വ് എടുത്തമ്മേ. നന്നായി വരട്ടെ, വൈകിക്കണ്ട. What difference you find between Elliot of the Wasteland and Elliot of the Four Quarters? Elite of the Wasteland is experimental, fragmented, and skeptical. Four Quarters is traditional, well-structured, and based on Christian faith. Can you briefly comment on the Irish contribution to English literature? Bernard Shaw, James Joyce, W.B. Yeats. Good. One more question. Could you name a work of fiction and one poem from Indian literature in English with a specific Indian sensibility? Raja Rao's Serpent and Rope and Nissim Ezekiel's Night of the Scorpion. Excellent. പണ്ട് പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവില്ലേ, സഖാവ് രാഘവൻ, അദ്ദേഹത്തിന്റെ മകനാ. ഓഹോ, പൂവർ ബോയ്. കഥകൾ എഴുതുമല്ലേ? സമ്മാനം കിട്ടിയിട്ടുണ്ടല്ലോ. He is brilliant. Thank you, sir. So may I leave? ഷുവർ. ഓൾ ദി ബെസ്റ്റ്. Thank you. മാനേരെ ചെന്ന് കണ്ടിട്ട് പോയിക്കോളൂ. Thank you, sir. Thank you, Okay. sir. ഓഹോ, വെരി ഗുഡ്. അത് ഞാൻ സംസാരിച്ചോളാം. ഓക്കെ, ഒരാഴ്ച സമയം കൊടുക്കാം. അതിൽ കൂടുതൽ ബുദ്ധിമുട്ടാ. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞോളാം. ശരി. Morning, sir. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ജയദേവൻ്റെ കാര്യം രാമകൃഷ്ണൻ സാറ് കാര്യമായി ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഞങ്ങളത് വിശദമായി ചർച്ച ചെയ്ത ഒരു തീരുമാനവും എടുത്തിട്ടുണ്ട്. സഖാവ് രാഘവൻ്റെ മകന് ജോലി കൊടുക്കുക എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യമായൊരു ഉത്തരവാദിത്വമല്ലേ. അതുകൊണ്ട് തീരുമാനവും ഐക്യകണ്ഠേനയായിരുന്നു. ഇൻ്റർവ്യൂവിൻ്റെ ഫലം കൂടി വന്നോട്ടേന്ന് കരുതി. അതാണല്ലോ അതിൻ്റെ ഒരു നടപടിക്രമം. കൺഗ്രാജുലേഷൻസ്. പ്രിൻസിപ്പാൾ ഇപ്പോൾ വിളിച്ചിരുന്നു. ഇൻ്റർവ്യൂവിൽ ജയദേവൻ തന്നെയാണ് ടോപ്പ്. അപ്പം ഞങ്ങൾക്കതിൽ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പ്രശ്നമേ വരുന്നില്ല. യു ഹാവ് റിയൽ മെറിറ്റ്. വി ആർ പ്രൗഡ് ഓഫ് യു. Thank you, sir. പിന്നെ മറ്റൊരു കാര്യം, ഇതൊരു സ്വകാര്യ കോളേജാണ്. ഇതിൻ്റെ വികസനത്തിന് ഏക ആശ്രയം നിങ്ങളെപ്പോലുള്ളവർ തരുന്ന സംഭാവനയാണ്. സഖാവ് രാഘവൻ്റെ മകനായതുകൊണ്ടും രാമകൃഷ്ണൻ സാറിൻ്റെ ശക്തമായ ശുപാർശ ഉള്ളതുകൊണ്ടും അതിനേക്കാൾ ഉപരി തനിക്ക് യോഗ്യതയുള്ളതുകൊണ്ടും തന്നോട് വെറും 50,000 രൂപ മാത്രം സംഭാവനയായി വാങ്ങിയാൽ മതിയെന്നാണ് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം. 50,000 രൂപയോ? അതിൽ കൂടുതൽ തരാൻ ഇവിടെ ആളുണ്ട്. പക്ഷേ ഞങ്ങൾക്കൊരു സാമൂഹ്യ ഉത്തരവാദിത്വമില്ലേ. അതുകൊണ്ട് ഈ പോസ്റ്റ് ജയദേവന് തന്നെ. പേടിക്കണ്ട, ഒരാഴ്ച സമയമുണ്ട്. അതിനുള്ളിൽ തുക അടച്ചാൽ മതി.
എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സാർ. ഉച്ചയ്ക്ക് മുമ്പ് കാശടച്ചില്ലെങ്കിൽ അവര് ഫ്യൂസ് വരും. അടച്ചോളാം കുഞ്ഞെ. ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് തന്നെ പോണം. കള്ളുഷാപ്പിൽ കയറരുത്, കേട്ടല്ലോ? അയ്യോ ഇല്ല കുഞ്ഞെ, ഞാൻ പോട്ടെ. ആ എന്താ ഏട്ടാ ഇന്ന് മിനിങ്ങില്ലേ? കുഞ്ഞെന്നെ കളിയാക്കുവാ. നേരം വെളുത്തു വരുന്നല്ലേ ഉള്ളൂ. സന്ധ്യ ആവട്ടെ, അപ്പൊ കാണാം, അല്ലേ വിജയേട്ടാ? ഇല്ല കുഞ്ഞെ, ഇനി ഒരിക്കലും കള്ളു കൈകൊണ്ട് തുടങ്ങിയെന്ന് ഭഗവാന്റെ മുമ്പിൽ ഞാൻ സത്യം ചെയ്തിരിക്കുക. കുഞ്ഞു നോക്കിക്കോ, വിജയൻ ഇന്ന് മുതൽ ആള് വേറെയാ. ആ ശരി. എന്തായി ഇന്റർവ്യൂ എങ്ങനെയിരുന്നു? ഇന്റർവ്യൂ വളരെ നന്നായിരുന്നു. ഹാവൂ, ഭഗവാൻ എന്റെ പ്രാർത്ഥന കേട്ടു. ഇല്ല ഗീതേ, നിന്റെ ഭഗവാന് കേൾവിശക്തി ഒട്ടുമില്ല. ദൈവദോഷം പറയരുത്. പിന്നെന്താ ഇന്റർവ്യൂ നന്നായിരുന്നു എന്ന് പറഞ്ഞത്? അത് സത്യമാണ്. എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരവും പറഞ്ഞു. അത് പോരല്ലോ. പിന്നെ പണമാണ് ഇന്ന് യഥാർത്ഥ ദൈവം. കുറേ പണം കൊടുത്താൽ എനിക്ക് നീ ജോലി കിട്ടും. മത്തിയും കപ്പയും പോലെ കോളേജ് വാദ്യാർ ജോലിയും പണം കൊടുത്താലേ കിട്ടും. വില വളരെ കൂടുതലാണ്. അത് കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ജോലിയും കിട്ടില്ല. മനസ്സിലായി? വരും സാറല്ലേ? ഉടനെ വരും, ഇരിക്കൂ. അല്ലെങ്കിൽ വേണ്ട, പിന്നെ വരാം. ഇപ്പോൾ വാര്യർ സാറിനെ കാണാനുള്ള മാനസികാവസ്ഥയില്ല. പിന്നെ എന്തിനാ വന്നത്? ഗീതയെ കാണാൻ, നന്ദി പറയാൻ. നന്ദി പറയാനോ? എന്തിന്? ആരുമല്ലാത്ത എനിക്ക് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിച്ചില്ലേ, വഴിപാട് കഴിച്ചില്ലേ? നന്ദി, ഒരുപാട് ഒരുപാട് നന്ദി. ഇങ്ങനെ നിരാശപ്പെട്ടാലോ? വെറുതെ കഥകൾ എഴുതി നേരം കളയാതെ നിരന്തരം ശ്രമിക്കണം. എല്ലാ ജോലിക്കും അപേക്ഷിക്കണം. അപ്പോ ഏതെങ്കിലും ഒരു ജോലി കിട്ടും. പിന്നെ ഭഗവാൻ ആർക്കും ഒന്നും എളുപ്പം കൊടുക്കില്ല. യോഗ്യതയുണ്ടോന്ന് ശരിക്കും പരീക്ഷിച്ചു നോക്കിയിട്ടേ കൊടുക്കൂ. ഇത്തിരി ഈശ്വര വിചാരം ആവാം. ശരിയാ, അല്പം ആവാം. പിന്നെ വരാം. എന്താ? ഒരു വഴിയും കാണുന്നില്ല മണി. 50,000 രൂപ. വിശ്വട്ടം വിഷമിക്കണ്ട, സമാധാനമായിട്ട് കിടന്നുറങ്ങ്.
പണം ഞാൻ ഉണ്ടാക്കിത്തരാം. നീയോ? എങ്ങനെ? അപ്പം തിന്നാ പോരെ, കുഴി എണ്ണണോ? എങ്ങനെയാണെന്നൊന്നും വിശ്വേട്ടൻ അറിയണ്ട, അതൊക്കെ ഞാൻ ശരിയാക്കാം. എന്തായാലും ജയദേവന് ജോലി കിട്ടേണ്ടത് എന്റെയും മോളുടെയും കൂടി ആവശ്യമാണല്ലോ. ഞാനൊന്ന് നോക്കട്ടെ. ഏട്ടത്തി, എന്താ മണി? ഞാൻ മാലതിയേട്ടത്തി ഒന്ന് കാണാൻ വന്നതാ. ഓഹോ, അവിടെ ആർക്കും എന്നെ കണ്ടുകൂടല്ലോ, പ്രത്യേകിച്ച് നിന്റെ ഭർത്താവിന്. പിന്നെ നിനക്കെന്താ എന്നെ കാണാൻ തോന്നാൻ? എനിക്ക് ചേച്ചിയോടൊന്ന് സ്നേഹവും ബഹുമാനവും മാത്രമേ ഉള്ളൂ. എന്റെ ഒരേ ഒരു ഏട്ടത്തിയല്ലേ, എനിക്കത് വലിയ കാര്യം തന്നെയാ. എന്നാലും മറ്റുള്ളവരുടെ കൂട്ടത്തിൽ എന്നെ കൂട്ടരുത്. നിന്റെ ഭർത്താവുണ്ടല്ലോ, എന്റെ ഏട്ടൻ, ആ മനുഷ്യന്റെ ദുരഭിമാനമാ എല്ലാറ്റിനും കാരണം. അല്ലെങ്കിൽ നമ്മളൊക്കെ ഇപ്പൊ സ്നേഹിച്ചു കഴിയേണ്ടവരല്ലേ മണി? ഒരു പ്രത്യേക സ്വഭാവ. അത് നിന്നേക്ക് മുമ്പ് എനിക്കറിയില്ലേ. ഞാൻ കണ്ണു തുറന്നപ്പോ മുതൽ കണ്ടു വളർന്നതല്ലേ. എന്നാലോ എന്റെ മറ്റു 2 സഹോദരങ്ങൾക്ക് അദ്ദേഹം ദൈവമാ. പിന്നെ അമ്മയ്ക്ക് നിവൃത്തിയില്ല, മൂത്ത മോനായി പോയില്ലേ. കുടുംബം മുഴുവൻ അദ്ദേഹത്തിന്റെ തലയിലല്ലേ. അക്കാര്യം പറയാൻ വേണ്ടി കൂടിയാ ഞാൻ വന്നത്. എന്താ മണി? വിശ്വേട്ടന് ഒരുപാട് കടമുണ്ട്. കുടുംബകാര്യങ്ങൾക്കും ബന്ധുക്കളുടെ ആവശ്യങ്ങൾക്കും വേണ്ടി വാങ്ങിയതാ. ഇപ്പോ നിൽക്കക്കള്ളി ഇല്ലാണ്ടായിരിക്കുക. അതിന് ഞാനെന്ത് വേണം? ഇപ്പോ ജയദേവിന് KBM കോളേജിൽ ഇന്റർവ്യൂ കഴിഞ്ഞു, ലെക്ചറർ പോസ്റ്റിൽ. ജോലി കൊടുക്കാൻ അവര് തയ്യാറാ. നല്ല കാര്യം. പക്ഷേ കുറച്ച് പണം കൊടുക്കണം. കൊടുത്തേക്കണം. ഏട്ടത്തി ഒന്ന് സഹായിക്കണം. എങ്ങനെ? എനിക്ക് വരുമാനമില്ല, സ്വന്തമായിട്ട് പണവുമില്ല. സുഖമായിട്ടും തരുന്നുണ്ട് ഞാൻ കഴിയുന്നു. നക്കാപ്പിച്ച് തന്ന് എന്നെ കെട്ടിച്ചു വിട്ടതിന്റെ വീരസ്യം എപ്പോഴും പറയാറില്ലേ നിന്റെ ഭർത്താവ്? ദേ, അമ്മയെ ഓർത്തിട്ടാ ഞാൻ ആ കുടുംബത്തിൽ നിന്ന് ഓഹരി ഇതുവരെ ചോദിക്കാത്തത്. എനിക്ക് അവകാശമുള്ളതാ. സുഖമായിട്ടും ഇടയ്ക്ക് ഓർമ്മിപ്പിക്കാറുമുണ്ട്. കഴിഞ്ഞതെല്ലാം ഏട്ടത്തെ മറക്കണം. എന്തൊക്കെ മറക്കണം? എന്റെ ഭർത്താവിനെതിരെ ഏട്ടൻ കോടതിയിൽ സാക്ഷി പറഞ്ഞതോ? അതിന്റെ പേരിൽ സുഖേട്ടന്റെ ജോലി പോയിട്ട് ഗതികെട്ട അവസ്ഥയിൽ ആ മനുഷ്യനെ തള്ളി പറഞ്ഞതോ? എന്നോട് വിവാഹബന്ധം ഏർപ്പെടുത്താൻ എന്റെ സ്വന്തം ഏട്ടൻ ആവശ്യപ്പെട്ടതോ? എന്തൊക്കെയാണ് ഞാൻ മറക്കേണ്ടത്? ഇങ്ങനെയൊക്കെ ചോദിച്ചാ എനിക്കൊരു ഉത്തരമില്ല. എല്ലാം മണ്ടത്തരം. ഹോ, അത്രയെങ്കിലും നീ സമ്മതിക്കുന്നുണ്ടല്ലോ, സന്തോഷം. ജയദേവന് ഈ ജോലി കിട്ടിയ വലിയ ആശ്വാസമാവും. വിശ്വേട്ടന്റെ കടങ്ങൾ തീർക്കാം. കുടുംബത്തിനൊരു താങ്ങാവും. ഏട്ടത്തി, എനിക്കൊരു പെൺകുട്ടിയാ. അതിനെ പഠിപ്പിക്കണം, കല്യാണം കഴിപ്പിക്കണം. വിശ്വേട്ടന് ഒരു വിചാരവുമില്ല. ജയദേവൻ കുടുംബഭാരം ഏറ്റെടുത്ത എന്റെ മോൾക്ക് അതിന്റെ ഗുണം കിട്ടും. എന്തായാലും ഏട്ടത്തിയുടെ ചോരയല്ലേ അവളും. അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ₹50,000 കൊടുത്ത ജയദേവൻ ആ ജോലി കിട്ടും. ഈശ്വര സഹായിച്ച് ഏട്ടത്തിക്ക് ഇന്നതിന് വഴിയുണ്ടല്ലോ. നിന്നോട് എനിക്ക് സഹതാപമുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് കയറിയത് നിന്റെ നിർഭാഗ്യം. എന്തായാലും ഞാൻ സുഖേട്ടനോടൊന്ന് ആലോചിക്കട്ടെ. അല്ലാതെ എനിക്ക് എവിടുന്ന പണം? ആ, നീ വരുന്നോ? ജംഗ്ഷനിൽ വിടാം. വേണ്ട ഏട്ടത്തി, എനിക്ക് അമ്പലത്തിലൊന്ന് കയറണം. ഒരു വഴിപാടുണ്ട്. ആ, പോട്ടെ. ശരി.
എന്താടി? അല്ല, എന്തെങ്കിലും വേണോ? ചായയോ മറ്റോ? അപ്പൊ എന്റെ ഭാര്യയ്ക്ക് എന്തോ കാര്യമായിട്ട് പറയാനുണ്ട് അല്ലേ? എന്താടി കാര്യം? ഇന്ന് ഞാൻ അമ്പലത്തിൽ വെച്ച് മണിയമ്മയെ കണ്ടു. ആഹാ, എന്തു പറഞ്ഞു നാത്തൂൻ? എന്റെ അനിയന് ഇന്റർവ്യൂ കഴിഞ്ഞു, ലെക്ചറർ പോസ്റ്റിലേക്ക്. ആഹാ, അവന് ഫസ്റ്റ് ക്ലാസ് നല്ല മാർക്കും ഉള്ളതാ. ഇന്റർവ്യൂവിൽ ഒന്നാമതാ. അപ്പൊ കിട്ടുമല്ലോ. പക്ഷേ 50,000 രൂപ കൊടുക്കണം. അത് ചോദിക്കാനായിരിക്കും നാത്തൂനെ വിട്ടത്. എന്റെ അളിയന് നേരിട്ട് വരാനാവില്ലല്ലോ. തന്തയുടെ ആദർശം ഇത്തിരി അളിയന്റെ അകത്ത് കിടപ്പുണ്ടല്ലോ. കൊള്ളാം. നീ എന്തു പറഞ്ഞു? ഇവിടെ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. എടീ, കോളേജ് ലെക്ചറർ മോശമല്ല. സമൂഹത്തിലൊരു വിലയുണ്ട്. ആ പണി കിട്ടിയ അവൻ പിന്നെ വേറെ ഏടാകൂടത്തിനൊന്നും പോവില്ല. അത് മാത്രമല്ല, നിങ്ങളുടെ പെങ്ങടെ മോളിൽ ലതിക, ആ കുട്ടിക്ക് അവൻ ചേരും. 50,000 രൂപ അവനെ നമുക്കിങ്ങ് മേടിക്കാം. മോശമല്ല കച്ചവടം. നിനക്ക് ബുദ്ധിയുണ്ട്. ഈ പടം ചീത്തയാ, ഇത് വേണ്ട. എന്നാ വേണ്ട. റോസിന്റെ വീട്ടിൽ ഇംഗ്ലീഷ് മാസിക ഉണ്ടാവും, അതിൽ നല്ല പടം കാണും. നമുക്ക് ചോദിച്ചു നോക്കാം. ചേച്ചിയോ? അമ്മേ, ദേ ചേച്ചി വന്നു. എന്താ മോളെ, വല്ല പ്രശ്നവും? ഒന്നുമില്ലമ്മേ, ജയന്റെ ഇന്റർവ്യൂ കഴിഞ്ഞു എന്നറിഞ്ഞു. അവനെ ഒന്ന് കാണാൻ വന്നതാ. എന്തായാലും എന്റെ അനിയനല്ലേ. ഇന്റർവ്യൂ കഴിഞ്ഞതുകൊണ്ട് കാര്യമില്ല മോളെ. ഒരു വൻ തുക കൊടുക്കണത്രേ. അതിനൊക്കെ വഴിയുണ്ടമ്മേ. ജയനെവിടെ? അകത്തുണ്ട്. मेरा महबूब आया है, मेरा महबूब आया है, बहारों फूल बरसाओ, मेरा महबूब. ജയ, എന്താ ചേച്ചി? എടാ, ഞാൻ നിന്നെ കാണാനാ വന്നത്. അയ്യോ, എന്തൊരു സ്നേഹം. കളിയാക്കണ്ട. ഞാൻ ചോറ് വാരിത്തന്ന് വളർത്തിയതാ നിന്നെ. എന്റെ സ്നേഹത്തിന് നിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. എന്താണോ കാര്യം, അത് പറ. ഇതാ. ഇതെന്താ? തുറന്നു നോക്ക്. രൂപയോ? അതെ, 50,000 രൂപ. മനസ്സിലായില്ല. പൊട്ടാ, ഇത് നിനക്കാ. കോളേജ് പ്രൊഫസർ ആവണ്ടേ നിനക്ക്? ഓ, അത് ശരി. എന്താടാ? ഇത് ചേച്ചി തന്നെ വെച്ചോ. അപ്പൊ നിനക്കിത് വേണ്ടേ? എനിക്ക് ചേച്ചിയുടെ സ്നേഹം മാത്രം മതി, പണം വേണ്ട. ഓ, എന്നെ നീ കളിയാക്കുകയാണല്ലേ? അയ്യോ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നല്ലവണ്ണം ആലോചിച്ചാണോ നീ പറയുന്നേ? ഇതിൽ ഇത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു ചേച്ചി? ഇത് മഹാലക്ഷ്മിയാണ്. തട്ടിക്കളഞ്ഞ നാളെ നീ ദുഃഖിക്കേണ്ടി വരും. മാലോചി, ഓരോ മനുഷ്യനും ഓരോ വിധിയുണ്ട്. അത് വിട്ട് ജീവിക്കാൻ അവന് കഴിയില്ല. എൻ്റെ വഴി വേറെയാണ്. ഡാ, നിന്റെ തത്വജ്ഞാനം കേൾക്കാനല്ല ഞാനിങ്ങോട്ട് വന്നത്. 50,000 രൂപ കൊടുത്താൽ നിനക്ക് ജോലി കിട്ടുമെന്ന് മണിയമ്മ പറഞ്ഞു. കുടുംബം രക്ഷപ്പെടുന്ന കാര്യമാണെന്നും സഹായിക്കണമെന്നും അവള് കെഞ്ചി.
കൂടപ്പറപ്പല്ലെന്ന് ഞാനും കരുതി. പാവ സുഖേട്ടൻ കേട്ട പാതി വിരോധം എല്ലാം മറന്ന് ഈ കാശെടുത്ത് തരികയായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് വേണ്ടെന്ന് പറഞ്ഞത്. മാലുച്ചി, ഇതിനേക്കാൾ എനിക്ക് ഏറെ വിലപ്പെട്ടത് വല്ലപ്പോഴും ആണെങ്കിലും ഈ കേസിൽ ഏട്ടൻ തിരികെ തരുന്ന 50 രൂപയാ. അത് ആ സാധു മനുഷ്യന്റെ അധ്വാനത്തിന്റെ വിലയാ. അത്രയും ഭാരം ഈ നോട്ടുകെട്ടുകൾക്കില്ല ചേച്ചി. ക്ഷമിക്കുക. എടാ, ഇതിന് നീ അനുഭവിക്കും. ഞാനാ പറയുന്നേ. നിന്റെ അച്ഛൻ തന്നെ എന്റെയും ഓർത്തോ.